ആഹാ, അളിയൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ അവൾ മിണ്ടാതെ പോയത്? ചായ കുടിച്ച ശേഷം ക്ലാസ്സും എടുത്ത് അകത്തേക്ക് കയറാൻ എഴുന്നേറ്റപ്പോഴാണ് അലോഷി പിന്നിൽ നിന്ന് ശിവനെ കണ്ടത്. അവൻ്റെ ചോദ്യത്തിന് ശിവൻ വാടിയൊരു പുഞ്ചിരി മറുപടിയായി നൽകി. രണ്ടും പിണങ്ങിയോ? അവൻ ശിവനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. ചെറുതായി തലയാട്ടിക്കൊണ്ട് അവനൊന്ന് മൂളി. സാരമില്ലളിയ, പോട്ടെ, നമ്മുടെ ലച്ചുവല്ലേ, അവൾക്ക് അധിക നേരം ആരോടും അങ്ങനെ പിണങ്ങി നടക്കാനാവില്ല. അവൾ മിണ്ടും. അല്ല, ഇന്ന് എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എപ്പോഴാ? സംശയത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. പോവാമളിയ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. അല്ല, കാശി എവിടെ? ശിവൻ ചോദിക്കുമ്പോഴാണ് അവനും കാശിയെക്കുറിച്ച് ഓർക്കുന്നത്. ശരിയാണല്ലോ, ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ ഇന്നവനെ കണ്ടതേയില്ലല്ലോ. അവൻ ശിവനെ നോക്കി പെട്ടെന്നോർത്ത പോലെ പറഞ്ഞു. ഞാനും കണ്ടില്ലടൂ, വാ നോക്കാം. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞ അലോഷിയെയും കൂട്ടി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവെയാണ് പിന്നിൽ നിന്നൊരു വിളി കേട്ടത്. രണ്ടാളും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. പടിയിലോ മുറ്റത്തേക്ക് കയറി വരുന്ന കാശിയെ കണ്ടതും രണ്ടാളും പരസ്പരം നോക്കി അവനെ തിരിഞ്ഞു. നീ എവിടെ പോയതാടാ ഇത്ര രാവിലെ തന്നെ? അവനെ കണ്ടതും അലോഷി സംശയത്തോടെ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അതോ, രാവിലെ ഉമ്മറത്തേക്ക് വന്നപ്പോൾ വക്കീലേട്ടൻ ചോദിച്ചു കവല വരെ പോകാൻ വരുന്നോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കൂടെ പോയി. അവനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് രണ്ടാളെയും നോക്കി. എന്നിട്ട് ഏട്ടനെവിടെ? ശിവൻ അവൻ്റെ പിന്നിലേക്ക് നോക്കി ചോദിച്ചു. അത് പറഞ്ഞപ്പോഴാ, ഞങ്ങളുടെ ഒപ്പം ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഒരു ചിരിയോടെ പറയുന്നവനെ രണ്ടാളും സംശയത്തോടെ ഉറ്റുനോക്കി. ആര്? പെട്ടെന്ന് ശിവൻ ചോദിക്കവേ കാശി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു വഴിയിലേക്ക് ചൂണ്ടി. അവിടേക്ക് നോക്കിയതും ശിവന്റെ മുഖത്ത് ദേഷ്യം വിരച്ചു കയറാൻ തുടങ്ങി. അവൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ കയ്യിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്ന് ദേഷ്യം കുറയ്ക്കാൻ ശ്രമിച്ചു. ദേഷ്യത്തോടെ അവൻ്റെ നാവുച്ചരിച്ചു. ശങ്കരൻ. അലോഷി ഒന്നും മനസ്സിലാവാതെ അയാളെയും കാശിയെയും മാറി മാറി നോക്കി. ആരാടാ ഇത്? അലോഷി കാശിയെ നോക്കി ചോദിച്ചു. ശിവന്റെ അച്ഛനാടാ. അവൻ പുഞ്ചിരിയോടെ മറുപടി നൽകി. എന്നാൽ പടി കയറി രാമചന്ദ്രനോടൊപ്പം വരുമ്പോൾ ശങ്കരൻ കണ്ടിരുന്നു തൻ്റെ മകൻ്റെ ദേഷ്യം. തന്നെ കണ്ടപ്പോൾ ഉള്ള അവൻ്റെ മുഖഭാവം. ഉള്ളിലറിയാതെ ഒരു നോവ് പടർന്നെങ്കിലും അതിന് താൻ അർഹനെന്ന തിരിച്ചറിവ് അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയിച്ചു. അച്ഛൻ വരൂ, എന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത്? അലോഷി ചിരിയോടെ അയാളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. അയാൾ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഒരുങ്ങിയതും ശിവന്റെ ഒച്ചയുയർന്നു. നിൽക്ക്! ഘനഗംഭീര്യമുള്ള അവൻ്റെ ശബ്ദം കേട്ടതും കാശിയും അലോഷിയും അത്ഭുതത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ശബ്ദം കേട്ട അകത്തു നിന്നും കല്ലവും ലച്ചുവും പുറത്തേക്ക് വന്നിരുന്നു. അവൻ തങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം അവൻ്റെ ശബ്ദം വളരെ പതിഞ്ഞതും ആർദ്രമുള്ളതുമായിരുന്നു. ഇന്നാദ്യമായി അവൻ്റെ ശബ്ദത്തിലെ മാറ്റം രണ്ടാളെയും അമ്പരപ്പെടുത്തി. ശങ്കരൻ ഉമ്മർപടിയിൽ വയ്ക്കാൻ ഒരുങ്ങിയ കാല് പിന്നോട്ട് വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആരാ? എന്തു വേണം? നെഞ്ചത്തെ കൈപ്പിണച്ച് കെട്ടി നിന്നുകൊണ്ട് തികച്ചും അപരിചിതരോട് ചോദിക്കും പോലെ അവൻ ചോദിച്ചതും വക്കീലും ശങ്കരനും ലച്ചുവും ഒഴിച്ച് ബാക്കിയെല്ലാവരും ഞെട്ടി. ശിവ, ഇത് നിന്റെ അച്ഛനല്ലേ? കാശി ഞെട്ടൽ വിട്ടുമാറാതെ തന്നെ ചോദിച്ചു. ശിവൻ അവന് നേരെ തിരിഞ്ഞവനെ തുറിച്ചു നോക്കി. അവൻ്റെ കണ്ണുകളിലെ ശരിയായ ഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിലും അയാളോടുള്ള ദേഷ്യവും വെറുപ്പും എത്രത്തോളമെന്ന് തിരിച്ചറിയാൻ അവനായി. ഇല്ല, ശിവൻ അനാഥനാണ്. ശിവനാരുമില്ല, ആരും. ഇതെൻ്റെ വീടാണ്, ചന്ദ്രബിംബം. ഇവിടേക്ക് അവകാശം പറഞ്ഞ ഒരുത്തനും ഈ വീടിൻ്റെ പടി കയറില്ല. കയറാൻ ഞാൻ അനുവദിക്കില്ല. രാമേട്ട, ഇറങ്ങി പോകാൻ പറ ഇയാളോട്. വക്കീലിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറി. അവൻ്റെ ഭാവം വക്കീലൊഴിച്ച് മറ്റെല്ലാവർക്കും പുതിയതായിരുന്നു. ശിവൻ മുടിയിൽ കൊരുത്ത് വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ ലച്ചുവും. അങ്കിൾ പ്ലീസ്, ഇപ്പോൾ പോ. അവൻ്റെ മാനസികാവസ്ഥ ശരിയല്ല, പ്ലീസ്. വക്കീൽ അയാളുടെ കയ്യിൽ പിടിച്ച് കെഞ്ചി. ഇല്ല മോനെ, എൻ്റെ മോനെ ഇങ്ങനെയാക്കിയത് ഞാനാണ്. എനിക്കറിയാം, പാവം ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും അവനെ വിട്ട് ജീവിക്കാൻ എനിക്കാവില്ല. തെറ്റെല്ലാം എൻ്റെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലേഖ, അവളാണ് എന്നെ കൊണ്ടെല്ലാം ചെയ്യിച്ചത്. സ്വത്തിന് വേണ്ടി എനിക്കെൻ്റെ മോന് വേണം, എൻ്റെ ശിവന് വേണം. അവൻ എന്നെ അടിച്ചോട്ടെ, ചീത്ത പറഞ്ഞോട്ടെ, പക്ഷേ എനിക്ക് അവനോട് സംസാരിക്കണം. കണ്ണീരോടെയുള്ള അച്ഛൻ്റെ അപേക്ഷയ്ക്ക് മുന്നിൽ വക്കീലിന് മറുപടി ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ ഒന്നും മനസ്സിലാവാതെ നോക്കി നിൽക്കുമായിരുന്നു. ലച്ചു ചെല്ലുമ്പോൾ ശിവൻ മുറിയിൽ കയറി കയ്യിൽ കിട്ടിയതെല്ലാം നിലത്തേക്കെറിഞ്ഞു പൊട്ടിക്കുമായിരുന്നു. ശിവേട്ട! അവളുടെ ഒറ്റ വിളിയിൽ ഒരു നിമിഷം അവൻ നിശ്ചലനായി. എങ്കിലും അടുത്ത നിമിഷം ദേഷ്യത്തോടെ ടേബിളിലിരുന്ന കൂജ അവൻ കൈകൊണ്ട് തട്ടിയെറിഞ്ഞു. അവൾ ഞെട്ടലോടെ കണ്ണുകൾ മുറുക്കെ പൂട്ടി ചെവി പൊത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചാരി നിന്നു.
കൂജയിലെ വെള്ളം നിലത്തേക്ക് ദിക്കിലേക്ക് ചിതറി ഒഴുകി. നിലത്ത് നിറഞ്ഞു കിടന്ന കുപ്പിച്ചില്ലുകൾക്കിടയിലൂടെ അവ മുറിയുടെ ഒരു വശത്തായി പടർന്നു. അല്പം കഴിഞ്ഞിട്ടും ഒച്ചയൊന്നും കേൾക്കാതെ അവൾ കണ്ണു തുറന്നു നോക്കി. ടേബിളിൽ ചാരി കണ്ണുകൾ മുറുക്കി അടച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. ശിവേട്ട. അവൾ പതിയെ കുപ്പിച്ചില്ലുകൾ ചവിട്ടാതെ ഒരു വിധത്തിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പതിയെ വിളിച്ചു. അവൻ ദേഷ്യത്തോടെ കണ്ണു വലിച്ചു തുറന്ന് അവളെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ എരിഞ്ഞ അഗ്നി അവളെ ഭയപ്പെടുത്തി. അവൾ പേടിയോടെ ഒരടി പിന്നിലേക്ക് വെച്ചുപോയി. നീ ആരാടി? ചോദിച്ചത് കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ മുറിയിൽ കാലെടുത്ത് വെച്ചത്? പറയടി. നീയല്ലടി എൻ്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്നത്. ദേഷ്യത്തോടെ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൻ ചോദിക്കവേ അവൾ ഞെട്ടലോടെ അവനെ നോക്കിപ്പോയി. ശിവേട്ട, ഇത് ഞാനാ, ഏട്ടൻ്റെ ലച്ചു. പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. ലച്ചു. തൊട്ടടുത്ത നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, അറിയില്ല എന്നെ. ഞാൻ ഏട്ടൻ്റെ ഭാര്യ ലച്ചു, ഏട്ടൻ്റെ മാത്രം രുദ്ര. തന്നെ ഉറ്റുനോക്കുന്നവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏങ്ങി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഒരു നിമിഷം ഞെട്ടിയവൻ അടുത്ത നിമിഷം ഓരോക്കൂടെ അവളെ പിന്നോട്ട് തള്ളി. പെട്ടെന്നായതിനാൽ അവൾ പിന്നോട്ട് ആഞ്ഞു വീഴാൻ പോയതും അവിടേക്ക് കയറി വന്ന വക്കീൽ അവളെ താങ്ങിയതിനാൽ അവൾ വീഴാതെ രക്ഷപ്പെട്ടു. ഏട്ടാ. കരഞ്ഞുകൊണ്ട് അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. വക്കീൽ അവളുടെ തലയിൽ പതിയെ തലോടെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. ശിവൻ അപ്പോഴും ദേഷ്യത്തോടെ ഉറ്റുനോക്കുകയായിരുന്നു അവളെ. മോള് കരയാതെ, അവനൊന്നുമില്ല, ഏട്ടൻ സംസാരിക്കാം. അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞതും കണ്ണീരോടെ അവൻ തലയനക്കി. കാശി, ലച്ചുമോളെ കൊണ്ട് താഴേക്ക് പോ. ഞാൻ ശിവനോട് ഒന്ന് സംസാരിക്കട്ടെ. ഒന്നും മനസ്സിലാവാതെ നിന്ന കാശിയോട് വക്കീൽ പറഞ്ഞതും അവൻ തലയാട്ടി. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവൾ ശിവനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ശിവ, എന്താടാ ഇത്? മുറിയിൽ കയറി വാതിലടച്ച് വക്കീൽ ചോദിക്കവേ കരഞ്ഞുകൊണ്ടവൻ അയാളെ ചുറ്റിപ്പിടിച്ചിരുന്നു. അയാൾ അവൻ്റെ മുതുകിൽ പതിയെ തലോടെ ആശ്വസിപ്പിച്ചു. അവൻ്റെ കണ്ണുനീർ വക്കീലിൻ്റെ തോളിൽ വീണ് ചിന്നിച്ചിതറി. ഏട്ടാ, എനിക്കാരുമില്ല. പോകും, എല്ലാവരും എന്നെ വിട്ടു പോകും. ഞാൻ വീണ്ടും തനിച്ചാവും. എന്നെ തനിച്ചാക്കാൻ അയാൾ വന്നത്. അന്ന് എൻ്റെ അമ്മയെയും മുത്തശ്ശിയെയും കൊന്ന പോലെ അയാൾ എൻ്റെ ലച്ചുവിനെ കൊല്ലും, ഏട്ടനെ കൊല്ലും. എനിക്കാരുമില്ല. ഞാൻ ഒറ്റക്കായി എന്നും. എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് മരിക്കണം, എനിക്ക് ജീവിക്കേണ്ട ഏട്ടാ. പറഞ്ഞു തീർന്നതോടെ അവൻ വക്കീലിൻ്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീണിരുന്നു. അയാൾ ഞെട്ടലോടെ അവനെ ചേർത്ത് പിടിച്ചു. ശിവ, മോനെ, ഏട്ടനില്ലേ എൻ്റെ മോന്? എഴുന്നേൽക്കടാ, എഴുന്നേൽക്ക് ശിവ. അയാൾ അലറിക്കൊണ്ട് അവനെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ഏട്ടാ, എനിക്ക് ജീവിക്കണ്ട. അവ്യക്തമായ അവൻ്റെ വാക്കുകൾ അയാളുടെ ചെവിയിൽ തുളഞ്ഞു കയറിയതും അയാൾ അവനെ ചേർത്ത് പിടിച്ച് വാതിൽ തുറന്ന് കണ്ണീർ കാഴ്ചയെ മറക്കാൻ പാകത്തിനായിരുന്നു. അലോഷി. ഉറക്കെയുള്ള വക്കീലിൻ്റെ അലർച്ച കേട്ടവൻ കാശിയെ ഒന്ന് നോക്കി മുകളിലേക്ക് ഓടി. പിന്നാലെ മറ്റുള്ളവരും. പിടിക്കടാ. മുകളിലെത്തിയവർ വക്കീലിനെ തുറിച്ചു നോക്കിയതും ശിവനെ ചേർത്ത് പിടിച്ചെന്ന വക്കീൽ പറഞ്ഞു. രണ്ടാളും ഓടി വന്നവനെ താങ്ങി. ശിവനെയും താങ്ങി പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവർ ഞെട്ടലോടെ ശങ്കരൻ നോക്കി. കാശി, വണ്ടി എടുക്കടാ. അലോഷി പറഞ്ഞതും അവൻ ടേബിളിലിരുന്ന കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് ഓടി. അയ്യോ, എൻ്റെ ശിവേട്ടൻ എന്താ പറ്റിയേ? കരഞ്ഞുകൊണ്ട് ലച്ചു പിന്നാലെ ഓടി. അവളുടെ പിന്നാലെ കല്ലുവും. കാശി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും ശിവനുമായി വക്കീൽ കയറാൻ നിന്ന ആലോചിയെ അയാൾ തടഞ്ഞു. നീ വരണ്ട, അവർ ഒറ്റയ്ക്കല്ലേ, ലച്ചുവിനെ നോക്കിക്കോ. വക്കീൽ പറഞ്ഞതും അവൻ മനസ്സോടെ തലയാട്ടി സമ്മതിച്ചു. ഈ സമയം ലച്ചുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന കല്ലുവിൻ്റെ കൈ വിടുവിച്ചുകൊണ്ടവൾ പുറത്തേക്ക് ഓടി. ശിവേട്ട. കാറിനടുത്തേക്ക് ഓടുവായിരുന്ന ലച്ചുവിനെ അവൻ ഇടുപ്പിൽ പിടിച്ച് വലിച്ചു നിർത്തി. അപ്പോഴേക്കും കാശി വണ്ടിയെടുത്ത് പോയിരുന്നു. വിടിച്ചായ, എൻ്റെ ശിവേട്ടൻ. കരഞ്ഞുകൊണ്ടവൾ അവൻ്റെ നെഞ്ചിൽ കൈയിട്ടടിച്ചു കെഞ്ചി. വേണ്ട മോളെ, പ്ലീസ്, ഇച്ചായൻ പറയുന്നത് മോള് കേൾക്ക്. നിന്റെ ശിവേട്ടനൊന്നുമില്ല. അവൻ ചെറുതായെന്ന് തലചുറ്റി വീണു, അത്രയുള്ളൂ. വേഗം തിരിച്ചു വരും, കരയാതടാ. ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വിടിച്ചായ. ഇല്ല, എൻ്റെ ശിവേട്ടൻ എന്തോ പറ്റി. എനിക്ക് പോകണം, എനിക്ക് കാണണം. അവൾ അവൻ്റെ നെഞ്ചിൽ വീണു പൊട്ടിക്കരയുന്നതിനിടെ പുലമ്പി. അവൻ അവളെ ചേർത്ത് പിടിച്ച് നടക്കാനൊരുങ്ങവേ അവൾ കുഴഞ്ഞു വീണിരുന്നു. അയ്യോ ലച്ചു. കല്ലു അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നതും അലോഷി അവളെ താങ്ങിയെടുത്ത് അകത്തേക്ക് നടന്നു. അവളെ അവൻ കല്ലുവിൻ്റെ മുറിയിലേക്ക് കിടത്തി. നീ ഇവിടെ തന്നെ ഇരിക്ക്, എങ്ങോട്ടും പോവരുത്. കല്ലുവിന് നിർദ്ദേശം നൽകിയവൻ ലച്ചുവിനെ ഒന്ന് നോക്കി വാതിൽ ചാരി പുറത്തേക്ക് പോയി.
കല്ലുവേദനയോടെ അവളെ നോക്കിയിരുന്നു. പുറത്തേക്കിറങ്ങി അലോഷി നേരെ ചെന്നത് ശങ്കരൻ്റെ അടുത്തേക്കായിരുന്നു. ചെയറിൽ തളർന്നിരുന്ന അയാളുടെ എതിർവശത്തായി അവനിരുന്നു. അയാൾ തല കുനിച്ചിരുന്ന് കണ്ണീർ വാർക്കുമായിരുന്നു. അങ്കിൾ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ശിവന് നിങ്ങളോട് ഇത്ര ദേഷ്യം, വെറുപ്പ്? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അവൻ അയാളെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അയാൾ നിലത്തുയർത്തി അവനെ നോക്കി. കണ്ണുനീർ പളുങ്കു നിലത്തേക്ക് ഇറ്റു വീണു. പറയെങ്കിൽ എന്താ ഇതൊക്കെ? അവൻ വീണ്ടും ചോദിച്ചു. അയാൾ വേദനയോടെ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു, എങ്കിലും പരാജയപ്പെട്ടു. അയാളുടെ വാക്കുകൾക്കായി കാതോർത്തിരുന്നവന് മറ്റൊരു ശബ്ദം ഉത്തരം നൽകി. എൻ്റെ ശിവേട്ടൻ ആരുമില്ലാതാക്കിയത് കൊണ്ട്, ശിവേട്ടൻ്റെ കൺമുന്നിൽ വെച്ച് അമ്മയെ കൊന്നതുകൊണ്ട്, മുത്തശ്ശിയെ കൊന്നതുകൊണ്ട്, എല്ലാത്തിനുപരി അമ്മയെ എന്ന് മുദ്ര കൊത്തിയതുകൊണ്ട്, സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കിയതുകൊണ്ട്. ദേഷ്യത്തോടെയുള്ള ലച്ചുവിൻ്റെ വാക്കുകൾ കേട്ടതും അലോഷി ഞെട്ടി ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റ് പോയിരുന്നു. ശങ്കരൻ തേങ്ങലോടെ മുഖം പൊത്തി. ലച്ചു, എന്ത് തോന്നിവാസമാണ് നീ വിളിച്ചു പോകുന്നത്? അതവൻ്റെ അച്ഛനാണ്. അവൻ ദേഷ്യത്തോടെ അവൾക്ക് നേരെ ചീറി. അതെ, ആ അച്ഛനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ? ഇയാളാണോ അച്ഛൻ? എൻ്റെ ശിവനേട്ടന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഇന്നാ സ്ഥാനത്ത് ഞാനുണ്ട്. അത് മതി. ഇനി ഒരാളും ശിവേട്ടൻ്റെ മേലൊരു അവകാശവും പറഞ്ഞ് ഈ വീടിൻ്റെ പടി ചവിട്ടണ്ട. ഇപ്പം ഇറങ്ങിക്കൊള്ളണം. എൻ്റെ ശിവേട്ടൻ എന്തെങ്കിലും പറ്റിയോ കൊല്ലും ഞാൻ എല്ലാത്തിനെയും. ദേഷ്യത്തിൽ വിറക്കുകയായിരുന്നു അവൾ. അവളുടെ അലർച്ച കേട്ട് 3 പേരും ഞെട്ടി അവളെ നോക്കി. ലച്ചു! അലോഷി ദേഷ്യത്തോടെ വിളിച്ചതും അവൾ കൈ ഉയർത്തി അവനെ തടഞ്ഞിരുന്നു. വേണ്ട, ആരും ഇതിൽ ഇടപെടേണ്ട. ഇതെൻ്റെ തീരുമാനമാണ്. ചന്ദ്രബിംബത്തിലെ ശിവന്റെ ഭാര്യ രുദ്രലക്ഷ്മിയുടെ തീരുമാനം. ഇതുതന്നെയാണ് എൻ്റെ ശിവേട്ടൻ്റെയും തീരുമാനം. അവൾ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു നിർത്തി.